Hello guys, welcome to day 3 in Thailand. Sawadee-krap. നമ്മൾ ഇന്ന് ഇങ്ങനെയൊക്കെ അല്ലേ ഫിറ്റ് ചെക്ക് നമ്മളിന്ന് ഫിറ്റൊക്കെ കണ്ടിട്ട് എവിടേക്ക് പോകണു? നമ്മൾ ബീച്ചിൽ പോകുന്നു. യെസ്, കോറൽ ഐലൻഡ്സ് ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ വിളിച്ചിട്ടൊക്കെ അല്ലെങ്കിൽ തന്നെ കാണുമല്ലോ. നമ്മൾ കോറൽ ഐലൻഡ്സിൽ പോവാണ്. കോറൽ ഐലൻഡ്സിൽ പോയിട്ട് ഹാഫ് ഡേ പരിപാടി അവിടെ ഉണ്ട്. ഇന്ന് എനിക്ക് അവിടുത്തെ വാട്ടർ സ്പോർട്സിൽ പങ്കെടുക്കണമെന്നുണ്ട്. പക്ഷെ എൻ്റെ ബാക്ക് ഇച്ചിരി പ്രശ്നമായി. ഇന്നലെ നടക്കലും ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ ബ്ലോഗ് ചെയ്യലും എല്ലാം ആയ കാരണം എൻ്റെ ബാക്ക് ലെഫ്റ്റ് ഷോൾഡറിന് ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ എത്രത്തോളം നമുക്ക് വാട്ടർ സ്പോർട്സിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് നോക്കാം. ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ആ വിഷ്വലെങ്കിലും ഞാൻ പകർത്തും. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മൾ ഇവിടേക്ക് എത്തി കേട്ടോ. ബോട്ട് കയറേണ്ട സ്ഥലത്തോട്ട് എത്തി. ഇവിടെ നമ്മൾ ബോട്ട് എടുത്ത് ഇനി ആ കോറൽ ഐലൻഡിലോട്ട് പോകണം. കണ്ടോ, വൈബ്. ഇവിടെ അർച്ചിൻസ് കാണാം കേട്ടോ. സീ അർച്ചിൻസ് ഉണ്ട് അവിടെ. ഈ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ തന്നെ ഡെക്കൊക്കെ ചെയ്തൊക്കെ ഉണ്ടാവും. രസമുണ്ട്. അതാ നോക്കൂ. അപ്പം നമ്മളിത് പാരാസീലിങ്ങിന് വന്നേക്കോ കേട്ടോ. അടുത്ത ആൾ വരുന്ന കേട്ടോ. യെസ്, ഞാൻ ഓൾറെഡി റൗണ്ട് പോയിട്ടോ. എനിക്ക് വ്ളോഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അതും പറ്റിയില്ല. പെട്ടെന്നായിട്ടുള്ള ഡിസിഷൻ ആയിരുന്നു. പെട്ടെന്ന് തന്നെ പൈസ കൊടുത്ത് പെട്ടെന്ന് കയറി കറങ്ങി തിരിച്ചെത്തി. എന്താ നമ്മുടെ ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ളവരെ നിൽക്കുകയാണ് അത് കയറാൻ വേണ്ടി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒന്നും പേടിക്കാനൊന്നുമില്ല. ആ ഹാർനസ്സാണ് നല്ല ടൈറ്റുമാണ്. ഒന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. ആർക്കെങ്കിലും ഇത് ചെയ്യണ പേടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും വേണ്ട, കണ്ണും പൂട്ടിയാൻ കയറിക്കോ. പ്രായമുള്ളവരോട്ട് പിള്ളേരെല്ലാവരും ചെയ്യുന്നുണ്ട്. ഒരാളും മാറിയിരിക്കുന്നില്ല. ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് എല്ലാവരും ചെയ്യുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ വന്ന് നിൽക്കുക. ആകെ അവർ പറയാന്ന് വെച്ചാൽ ഓടുക നേരെ സാധനം ലിഫ്റ്റ് ഓഫ് ചെയ്യും. അവിടെ കൊണ്ടേ ഒരു സർക്കിൾ അടിച്ചിട്ട് തിരിച്ചിങ്ങനെ കറങ്ങി ഇവിടെ വന്ന് ഇറക്കും. വേണ്ട ആൾ വന്ന് ഇറങ്ങാണ്. ഈസിയാണ്, ഒരു കുഴപ്പമില്ല, എളുപ്പം, അടിപൊളി സംഭവം. ഹായ് അങ്കിൾ. ഹായ്. How are you enjoying Thailand so far? Excellent. Yeah, is it your first time? No, I must be every 15th or 20th time. Wow. I come often for my golf. Golf? Yeah, it's good here. Red Mountain Golf Club. Okay. Oh, how is it? It's good here. I mean, obviously you've... Golf course is there. Yeah. Wonderful golf course. I mean, it must be good since you're coming 15th time here. Yeah. We always have short trips, 4-5 days. 3-4 rounds of golf and back to India. That's all. Nice. So, have you tried parasailing and everything before? Earlier I have done it. Yeah. Have you tried the underwater? Underwater I have not done before. But this time also I will have to avoid because of some weird infection. Okay. This time I've booked for the underwater walk, sea walk. Really excited. Yeah, I'm really excited. Hope it goes well. That's it. All the safety is there. Yeah. നമ്മളൊരു അണ്ടർ വാട്ടർ സീ വാക്കിന് പോകാൻ പോകാട്ടോ. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും നോക്കാം. അവർ പറഞ്ഞനുസരിച്ചിട്ട് പേടിക്കാനൊന്നുമില്ല. എന്നാൽ പിന്നെ നല്ല രസമായിരിക്കും. വീഡിയോ ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഹോപ്പ്ഫുള്ളി നമുക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് എടുത്ത ഫോട്ടോസ് കേട്ടോ. സീ വാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എടുത്ത ഫോട്ടോ ആണ് ഇത്. ഈ രണ്ടുമത്തെ. ഓക്കെ, വാട്ടർ ഡൈവിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലോണം എൻജോയ് ചെയ്തു. സൂപ്പർ സാധനം. നമ്മുടെ ഗൈഡ് നമ്മുടെ ഫുൾ ടേക്ക് കെയർ ചെയ്യുന്ന എല്ലാം ഈ ബ്രോ ആണ്. ഇവിടെ പോയായിരുന്നു ഒരു അണ്ടർ വാട്ടർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മൾ വെള്ളത്തിലടിയിലേക്ക് നമ്മുടെ ഒരു 40-45 കിലോ ഉള്ള സാധനം നമ്മുടെ തലയിലേക്ക് വയ്ക്കും. ഒട്ടും പേടിക്കാനൊന്നുമില്ല. ജസ്റ്റ് നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി നമ്മൾ അവിടെ ഒരു ഹാൻഡ് റെയിൽ ഇങ്ങനെ പോലെ കൊടുത്തിട്ടുണ്ട്, റോപ്പ് പോലെ. അതും ഇങ്ങനെ പിടിച്ച് നടക്കുക. സംഭവം അടിപൊളിയാണ്. ഭയങ്കര ഇഷ്ടമായി എനിക്ക്.
നമുക്ക് പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ബ്രെഡ് വരും. നമുക്ക് ആ ബ്രെഡ് മീനിന് കൊടുക്കാം. ഫുൾ നമ്മുടെ ചുറ്റിലും മീനൊക്കെ വന്നിരിക്കും. നല്ല രസമാണ്, അടിപൊളിയാണ് സംഭവം, മൊത്തത്തിൽ അടിപൊളി. ഓക്കെ, എന്തായാലും ട്രൈ ചെയ്യണം, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓക്കെ ഗൈസ്, നമ്മുടെ ചാനലിൽ സത്യങ്ങൾ മാത്രം പറയുള്ളൂ. 500 ബാറ്റ് കൊടുത്ത് എക്സ്ട്രാ കൊടുത്ത് ജെറ്റ് സ്കീയും ബനാന ബോട്ടും, അയ്യോ ബ്രത്തിട്ടല്ല ഇപ്പോൾ ഓടിയെന്നാ, ജെറ്റ് സ്കീയും ബനാന ബോട്ടും ഇറങ്ങി കേട്ടോ. സാധനം ഒട്ടും വർത്തിട്ടായിരുന്നില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെറ്റ് സ്കീ അവൻ തന്നെ ഓടിച്ച് അവിടെ എത്തുമ്പോൾ ഒരു 5 സെക്കൻഡ് ചിലപ്പോൾ ഓടിക്കാൻ തന്നിട്ടുണ്ടാവും. ബാക്കിയൊക്കെ നമ്മൾ തന്നെ ഓടിച്ചേ, അല്ല അവർ തന്നെ ഓടിച്ചേ. ഹായ് സവാദിക്ക. അയ്യോ വേലേ നമുക്ക് പോവാം. അപ്പം അങ്ങനെ വെള്ളത്തിലും കുറച്ച് നേരം ഒന്ന് നീന്തി, ഒരു 10-20 മിനിറ്റ് വെള്ളത്തിൽ നീന്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തിരിച്ചു പോകണം. ഓക്കെ, നമ്മളപ്പോൾ തിരിച്ചു പോവാണ്. നമ്മൾ സ്പീഡ് ബോട്ടിൽ നല്ല ഒച്ചം ബഹളം ഉണ്ട് ബാക്കിൽ, എല്ലാവരും എൻജോയ്മെൻറ്റ് മൂഡിലാണ്. ഇതൊക്കെ നോൺ സ്മോക്കിംഗ് ഏരിയ കേട്ടോ. നമുക്ക് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ പട്ടായ സിറ്റി മൊത്തം കാണാം. കണ്ടോ, ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ പട്ടായ സിറ്റി മൊത്തം കാണാമല്ലേ. ഇവിടെ എല്ലാവരും പാട്ടും ബഹളമൊക്കെ ആയിട്ട് നല്ല വൈബിലാണ്. സ്പീഡ് ബോട്ട് നല്ല കുലുക്കാൻ കാരണേ അതിനെ ചാടി പോവാ ഫോൺ കഴിയുന്നത്. സവാരിക്ക. അപ്പം നമ്മൾ സവാരിക്രം രണ്ടും ഉണ്ട് കേട്ടോ. സവാരിക്ക ഉണ്ട്, സവാരിക്രം ഉണ്ട്, രണ്ടും പറയാം നമുക്ക്. ഒന്ന് ആണുങ്ങൾക്ക് പറയണതും ഒന്ന് പെണ്ണുങ്ങൾക്ക് പറയണതുമാണ്. അറ്റ്ലീസ്റ്റ് അതാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കിയത്. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നേക്കണം. നമ്മളെ അന്തസ്സായി പറ്റിച്ചിരിക്കുന്നു ഗൈസ്. തായ് ഫുഡ് എന്ന് പറഞ്ഞാൽ ആകെ 2 ഡിഷുള്ളത്. ഈ ചിക്കൻ്റെ ഒരു ഇതും പിന്നെ ചിക്കൻ്റെ ഒരു തേങ്ങാപ്പാൽ പോലെ ഇട്ട ഒരു കറിയും, ഇത് 2 മാത്രമേ ഉള്ളൂ തായ് ഫുഡ് നമ്മളെ പറ്റിച്ചിരിക്കുന്നു. ബാക്കി ഒക്കെ വെജ്, ഐ മീൻ ഇന്ത്യൻ ഫുഡ്. ഈ പറ്റിച്ച് ആകെയുള്ള 2 തായ് ഫുഡ്, 2 ഞാനെടുത്തു. ഇത് 2 നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് നമ്മൾ പുറത്ത് പോയി ശരിക്കുള്ള ഫുഡ് കഴിക്കുന്നതായിരിക്കും. ദാറ്റ്സ് മൈ പ്രോമിസ്. ഇത് തായ് കറിയാന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് നോക്കട്ടെ. നല്ല ടേസ്റ്റ് കേട്ടോ, സ്വീറ്റാണ്, ഭയങ്കര സ്വീറ്റാണ്. ഇത് ഫിഷിൻ്റെ ഐറ്റം കേട്ടോ. നല്ല സോൾട്ട് വേണം, കുറച്ച് സ്പൈസി വേണം. കൊള്ളാം. ഇപ്പം ഞാൻ റൂമിൽ വന്നു, ഫ്രഷായി. ഫുഡ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പ്രോമിസ് ചെയ്തതാണ്. അതുകൊണ്ട് നമ്മൾ പുറത്ത് പോയിരിക്കും. കുറച്ച് മനസ്സിലാക്കുമ്പോൾ ഫിറ്റ് ചെക്ക് നമ്മളിപ്പോൾ പോവാണ് കേട്ടോ. ബാക്കി പുറത്ത് പട്ടായയിലോട്ട് പോവാം കേട്ടോ. ഓൺ ദ വേ ആണ്. ഫുഡൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും നമ്മൾ ഈ വണ്ടി തന്നെ ചൂസ് ചെയ്തേക്കണം കേട്ടോ. 10 ബാത്താണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വണ്ടി ഒരു സർട്ടൺ റൂട്ട് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കും. ഈ വഴിയാണെങ്കിൽ അറ്റം വരെ, റോഡിൻ്റെ അറ്റം വരെ 10 ബാട്ടുള്ളൂ. അതേസമയം വണ്ടി തിരിച്ച് ഒരു വട്ടം ഇങ്ങനെ കറക്കണമെങ്കിൽ, മൊത്തം കറക്കണമെങ്കിൽ 20 ബാട്ടാണ്. മനസ്സിലായി? അങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസിങ്സ് വരുന്നത്. 10 ബാട്ട് എന്ന് പറയുമ്പോൾ 23 രൂപയുള്ള ഭയങ്കര ചീപ്പാണ്. 2.35 അങ്ങോട്ടല്ലേ. തായ് ഫുഡ് അന്വേഷിച്ച് കുറേ കയറി ഇറങ്ങി നടക്കണം. എനിക്ക് ഒന്നും ഇതുവരെ കിട്ടിയില്ല എന്നാണ് സത്യം. കാരണം ഞാൻ കാണുന്ന കടയൊക്കെ എന്ന് പറഞ്ഞാൽ കൊറിയൻ ബാർബിക്യൂ ഉണ്ട്, പിന്നെ അങ്ങനത്തെ കുറേ കടകൾ കാണുന്നുണ്ട്. പക്ഷേ ഇത് മാത്രം കാണുന്നില്ല. ജാപ്പനീസ് കാണുന്നുണ്ട്, കൊറിയൻ കാണുന്നുണ്ട്, US ഉണ്ട്, ഞാൻ UK അങ്ങനത്തെ ഒരു സാധനം കണ്ട്. പക്ഷെ നമ്മുടെ ഈ ടൈപ്പ് ഫുഡ് മാത്രം കിട്ടിയിട്ടില്ല. തായ് ഞാൻ അന്വേഷിച്ച് കിടക്കണം, മാത്രം എനിക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് നോക്കാം. ഇനിയും സെർച്ചിലാണ് ഞാൻ. കിട്ടുമെന്ന് ഓർഡർ ആഫ്റ്റർ എവറസ്റ്റ്, പിന്നെ റേഞ്ചർ, ഇവിടെ സ്റ്റോം ട്രക്ക് ഉണ്ട്, ഇവിടെ LG ഹൈബ്രിഡ് ഉണ്ട്, LG 5 ഉണ്ട്, LG 3 ഹൈബ്രിഡ് ഇവിടെ ഉണ്ട്, BYDയുടെ സീലുണ്ട് ഇവിടെ. എന്താ വണ്ടി, അടിപൊളി. BYDയുടെ വണ്ടി കൊള്ളാം കേട്ടോ. സീല്
BYD 803 ഉണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞ പ്രൊണൗൺസിയേഷൻ കറക്റ്റാണെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഞാൻ താഴെ എഴുതിയേക്കണ വായിച്ചു. എനിക്കതല്ലാതെ വലിയ ഐഡിയ ഇല്ല വണ്ടീനെക്കുറിച്ച്. നമ്മുടെ നാട്ടിലത്തെ വണ്ടിയൊക്കെ പിന്നെയും പറയാം, അതല്ലാതെ ഇതിനെനിക്ക് വലിയ ഐഡിയ ഇല്ല. നമ്മുടെയൊക്കെ അവിടെ ഏറ്റവും ടോപ്പിലായിരിക്കും ഫുഡ്, ഇവിടെ ഏറ്റവും താഴെയാണ് ഫുഡ്. ഇത് കൊള്ളാം, ഫുഡ് കോർട്ട് താഴെ കൊള്ളാം. 60 ബാട്ട് 80 ബാട്ടിനൊക്കെ നല്ല അടിപൊളി ഫുഡ്. നമുക്കിനി പോയി നോക്കാം. അല്ല സാധനങ്ങൾ വന്നിട്ടേ എന്താ എടുക്കണ്ടേന്ന് ഡൗട്ടേ. ഏത് സാധനമാണ് ബെസ്റ്റ് സാധനം എന്നറിയില്ല. കാരണം ഒരു തായ്ലാൻഡിലേക്കൊക്കെ വരുമ്പോൾ ഒരു മിനിമം ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച വേണോടാ, എന്നാലേ നമുക്കെല്ലാം കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഞാൻ എങ്ങനെ കഴിച്ചു തീർക്കും ഇതെല്ലാം? എടുക്കുകയാണെങ്കിൽ ഭയങ്കര പണിയല്ല. എനിക്ക് നൂഡിൽസ് എന്തെങ്കിലും കഴിക്കാനാണ് ഭയങ്കര മൂഡ്. നൂഡിൽസിന് എന്തെങ്കിലും ഐറ്റം വേണം എനിക്ക്. പക്ഷെ എന്ത് നൂഡിൽസിന് നമ്മൾ അവിടെ നിന്ന് കാർഡ് എടുക്കണം. ഒരു പൈസ കൊടുത്ത് ക്യാഷ് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറയുന്നത് അടുത്ത്. മുകളിലേക്കൊക്കെ എനിക്ക് തോന്നുന്നു കാർഡ് കുഴപ്പമില്ലായിരിക്കും. ഇവിടെ ക്യാഷാണ് പറഞ്ഞത്. നമ്മൾ ഇവിടുന്ന് കാർഡ് എടുക്കണം. ഇത് ലോഡ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ എന്താ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാക്കും. ഇത് ജസ്റ്റ് കാർഡ് കൊടുത്താൽ മതി. ഓക്കെ, താങ്ക് യു. കേട്ടോ പാഡ് തൈ ആണ് എടുത്തേക്കണേ, ഷ്രിംപ് പാഡ് തൈ. ഓക്കെ, നെക്സ്റ്റ് ഇത് ട്രൈ ചെയ്യും, സീ ഫുഡ് ഇൻ ഹോട്ടൽ. ഓക്കെ, താങ്ക് യു. പാഡ് തൈ ട്രൈ ചെയ്തോ. ഓക്കെ, അളിയാ എനിക്കിഷ്ടമാടാ. അടിപൊളി സാധനം. അതിനകത്ത് എരിവൊന്നുമില്ല, ഇച്ചിരി സ്വീറ്റാണ്. പിന്നെ അത് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഫുഡ് എടുത്തപ്പോൾ തന്നെ താഴെ കുറേ പൗഡേഴ്സ് സാധനം ഇങ്ങനെയുണ്ടല്ലോ, നമുക്കത് ഇഷ്ടമുള്ള ആഡ് ചെയ്യാം. ഈ വെജിറ്റബിൾസൊക്കെ ഇഷ്ടമുള്ള അത്ര എടുക്കാം, ഇനിയും എടുക്കാം. എന്തോ സ്പ്രൗട്ടാട്ടോ അത്. ഞാനെൻ്റെ മുകളിലേക്ക് അത് കഴിച്ചാൽ സ്പൈസിയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓ ഇന്ത്യയല്ലേ, ഞാൻ ഇന്ത്യനാണ്, എരിവൊക്കെ എന്ത് എന്ന് പറഞ്ഞെടുത്തതാ. ഓ അവർ നോക്കാത്ത ഭാഗ്യം, നല്ല എരിവുണ്ട്. പണ്ടായ നൂഡിൽസ് അടിപൊളിയാണ്. ഇത് മാത്രം ആനം കളിയൊക്കെ ഇട്ടാ പിന്നെ അല്ല നമ്മുടെ കളി. ഇത് നമ്മളൊരു ഡെസേർട്ടായിട്ട് ഒരു മാംഗോ സ്റ്റിക്കി റൈസ് പറയുന്നുണ്ട്. ഇത് ഇവിടുത്തെ മെയിൻ സാധനം കേട്ടോ, മാംഗോ സ്റ്റിക്കി റൈസ്. എല്ലാവരും എപ്പോഴും വാങ്ങിക്കുന്ന സാധനമാണ്. സ്റ്റിക്കി റൈസ് ഇച്ചിരി സ്വീറ്റ് റൈസ് പോലെ ആയിരിക്കും. പിന്നെ അത് മാംഗോ, ഫ്രഷ്ലി കട്ട് മാംഗോ, അതും കൂടി വെച്ചിട്ട് നമ്മൾ ഒരു പിടി അങ്ങ് പിടിക്കും. ആസ്വദിച്ചിരുന്ന് സമയം പോയി പറഞ്ഞില്ല. ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ട സമയമായി. നമുക്കിനി തിരിച്ചു പോകണം. തിരിച്ച് ആ ഹോട്ടലിൽ അങ്ങോട്ട് പോകണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സമയം ഇപ്പോൾ ഓൾറെഡി 4 മണിയായി. 5 മണിക്ക് നമ്മൾ തായ് മസാജ് ബുക്ക് ചെയ്തിട്ടുണ്ട്. തായ് മസാജ്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് എത്തണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് 10-15 മിനിറ്റ് ഉള്ളൂ അല്ലേ? എന്തിനല്ലേ നേരത്തേക്ക് പോണേ? നമുക്ക് പതുക്കെ ഇങ്ങനെ കറങ്ങി പോവാം. അവസാനം അതും ഇല്ല ഇതും ഇല്ലാണ്ട് ആവണം, നന്നായിരിക്കും. അതിന് പൈസ കൊടുത്തിട്ടേക്കാം. അപ്പോൾ നോക്കാം. തായ് സോസേജ് കഴിച്ചു നോക്കിയാലോ, ഇങ്ങനെയുണ്ട്. അതോ ഫിഷിൻ്റെ സാധനം കഴിക്കണം? തായ് സോസേജ് പിടിച്ചു നോക്കാം അല്ലേ? അതിൽ കുറേ സാധനങ്ങളുണ്ട്, എന്തൊക്കെയൊക്കെയോ ഉണ്ട്. നമുക്ക് തായ് സോസേജ് പിടിച്ചു നോക്കാം. ഓക്കെ, ഞാൻ നേരത്തെ കഴിച്ച നൂഡിൽസിന് 90 ബാട്ടായിരുന്നു കേട്ടോ, പാട്ട് തൈക്ക്. ഇതിന് 60 ബാട്ടാണ്. ഓക്കെ, നമ്മുടെ തായ് സോസേജിൻ്റെ ഒപ്പം എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തോ വെജീസ് ഉണ്ട്, മുളക് സാധനങ്ങളൊക്കെ പിറക്കി ഇട്ടിട്ടുണ്ട്. കഴിച്ചു നോക്കാം അല്ലേ? അപ്പം അതൊക്കെ നടക്കുമ്പോൾ നമുക്ക് കുറേശ്ശെ കഴിച്ച് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ തായ്ലൻഡിൻ്റെ സെൻട്രൽ പട്ടായയുടെ പുറത്ത് കാണാൻ തായ് സോസേജ് എന്ന് പറഞ്ഞ സാധനം ട്രൈ ചെയ്യുക കേട്ടോ. ഓ പണ്ടാലും പൊട്ടി വരുന്നില്ല. ഓക്കെ, ഇതുവരെ കഴിച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത സാധനം ഇതാട്ടോ. വേറൊന്നുമല്ല, പോർക്കാണ്. പക്ഷെ എൻ്റെ ഓയിലും ഒരു പുളിപ്പും ഇതെനിക്ക് ഒട്ടും ഇഷ്ടമായില്ല.
ഓ നോ, ഇഷ്ടമായില്ല. ഇത്രയും ആക്റ്റീവ് ആവുന്ന സ്ട്രീറ്റ്സ് ആയിട്ട് കാണുന്നത്. ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ വാക്കിംഗ് സ്ട്രീറ്റിനേക്കാളും കൂടുതൽ പുറത്താണ്. ഇങ്ങനത്തെ ചെറിയ സ്ട്രീറ്റ്സ് ഇല്ലേ, അപ്പുറത്തെ റോഡായിട്ട് കണക്ട് ചെയ്യണ ചെറിയ സ്ട്രീറ്റുകളുണ്ടാവും. അതിൽ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണ് ശരിക്കുള്ള സംഭവം. വാക്കിംഗ് സ്ട്രീറ്റിലല്ല.